നമസ്കാരം. ജ്യോതിഷ ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ കുണമാളൂർ ശർമ്മയുമായി നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ജ്യോതിഷ ദർശനം പ്രോഗ്രാമിൽ ചർച്ച ചെയ്തു വരുന്നത്. നമസ്കാരം ശർമാജി. നമസ്തേ. ഒത്തിരി പ്രേക്ഷകർ പല സംശയങ്ങളും നമ്മുടെ ഈ ചാനലിന് വേണ്ടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് നമ്മൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ജാതക പൊരുത്തം നോക്കി വിവാഹം കഴിച്ചതിന് ശേഷവും ദാമ്പത്യ ജീവിതത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഈ എന്നും വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു എപ്പോഴും ചേർച്ചക്കുറവ് ഉണ്ടാകുന്ന രീതിയിൽ എന്നും കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിൻ്റെ, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്നതിൻ്റെ കാരണം പൊരുത്തമൊക്കെ നോക്കി കല്യാണം കഴിച്ചതാണല്ലോ, എന്നിട്ടും പൊരുത്തമെല്ലാം നോക്കി കല്യാണം നടത്തുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതാണ്ട് 21 പൊരുത്തമാണ് നോക്കേണ്ടത്. അത് കാലാകാലങ്ങളിൽ അത്രയും പൊരുത്തങ്ങളൊക്കെ ലോപിച്ച് വന്ന് 10-ൽ 10 പൊരുത്തം എന്നുള്ളതായി ചുരുക്കി. അതെ, ചുരുങ്ങി. പണ്ട് പുരുഷന് 18 വയസ്സും പെങ്കൊച്ചിന് 14 വയസ്സിലും കെട്ടിച്ചു വിടുന്ന കാലവും, 14 വയസ്സ് പുരുഷനും 8 വയസ്സ് പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാലവും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ പൂർവികന്മാർ കണ്ടിട്ടുണ്ട്, അല്ലെ കേട്ടിട്ടുണ്ട്. സത്യവുമാണ്. പിന്നീടത് പരിഷ്കരിച്ച് വന്ന് ഒരു യുവാവിന് പക്വതയും വിദ്യാഭ്യാസവും ജോലിയാവണമെങ്കിൽ ഏതാണ്ട് 25-നും 28-നും മധ്യയാകുന്നുവെന്നും, ഒരു സ്ത്രീ രൂപപരിണാമം അനുസരിച്ച് വരണമെങ്കിൽ 21-നും 25-നും മധ്യേ ആകുകയുള്ളൂന്നും, അവൾ ഗർഭവതിയായി അതിനെ പ്രസവിച്ച് വരണമെങ്കിൽ ഈ പ്രായമൊക്കെ വേണമെന്നുള്ള ഒരു കാലോചിത കണ്ടെത്തലുകളെ തുടർന്ന് അത് സാമൂഹിക നിയമമായി ഏതാണ്ട് മാറി. 18-21 ഒക്കെ ആയില്ല. ഇപ്പം അങ്ങനെയല്ലേ വരുന്നത്. എന്ന് വിചാരിച്ച് 18-നും 21-നും നടത്തുന്നുണ്ടോ? ഇല്ല. കാരണം ഒരു പഠിത്തം പോലും തീരുന്നില്ല, ഒരു ജോലിയാവുന്നില്ല. ഇപ്പം ആദ്യത്തെ ചോദ്യം ഉദ്യോഗം, ഡിഗ്രി, വരുമാനം, ഹെൽത്ത്, ബിഹേവിയർ, ഇങ്ങനെ ഒട്ടനവധി കാലോചിതപരമായ ഒരു പരിഷ്കൃത സമൂഹം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരു യുവാക്കൾ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ്, പഠിത്തം സാധാരണ ഒരു SSLC പഠിത്തം പോരാ, ഒരു പ്രീ ഡിഗ്രി +2 പോരാ, ഒരു MBBS പോരാ, പ്രത്യേകം പ്രാക്ടീസ് വേറെ സ്പെഷ്യലൈസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ മാത്രമേ ഒരു കുടുംബം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവൂ. അപ്പോഴത്തേനൊരു 30-35 കടക്കുന്നു. 3 വയസ്സ് 4 വയസ്സ് മുതൽ കളരി ഇരുത്തിയാൽ പോലും, 1ാം ക്ലാസ് ഇരുത്തിയാൽ പോലും ഇത്രയാവേണ്ടി വരുന്നു. ഒരു വലിയ ഭാണ്ഡം പഠിക്കേണ്ടി വരുന്നു. അതിപ്പം അതിനനുസരിച്ചുള്ള സ്ത്രീകളെ കിട്ടുള്ളൂ. 1 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ എളുപ്പമുള്ളതാണ്. പണ്ട് 10 വയസ്സ് 15 വയസ്സ് പകുതി പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാവുന്നതാണ്. അതൊക്കെ മാറി ചേട്ടാ എന്ന് വിളിക്കാനുള്ള ഒരു പ്രായം വേണേ 6 മാസം വരെ എന്ന് വേണമെങ്കിലും വന്നിട്ടുണ്ട്. സമം എന്നും ചിന്തിക്കുന്നവരുമുണ്ട്. കൂടി വന്ന് 1 വയസ്സ് കൂടിയാലും വേണ്ടിയല്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതൊന്നും തെറ്റെന്ന് പറയാൻ, പക്വതയുടെ ഭാഗവും വരുമാനത്തിന്റെ ഭാഗവും ഈ എങ്ങനെയെങ്കിലും നടന്നു കിട്ടാനുള്ളൊരു ഭാഗ്യവും, അങ്ങനെയെങ്കിലും എല്ലാവരും നാളികേരം ഓണത്തിനും ക്രിസ്മസിനും ചുരണ്ടുമ്പോൾ ചിരട്ടെങ്കിലും ചുരണ്ടാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ അത്രയെങ്കിലും ആയല്ലോ, ഒരു 10 കൊല്ലെങ്കിലും ഒരു കുടുംബജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങത്തിരിക്കുന്നവരും ഉണ്ട്. അതൊക്കെ നിൽക്കട്ടെ. ശരാശരി ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രാശിപ്പൊരുത്തം, രാശാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, ഗണപ്പൊരുത്തം, രജുപ്പൊരുത്തം, വേദപ്പൊരുത്തം, ദിനപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ഇങ്ങനെ 10 പൊരുത്തം. അതിൽ 10 ഒത്ത് കിട്ടാൻ പാട് വരുന്നു. അതുകൊണ്ട് 8 പൊരുത്തമെങ്കിലും ഉണ്ടെങ്കിൽ അത് പാസ്സാക്കി വിടുന്നു. അതായത് നല്ലവണ്ണം A+ വാങ്ങി ജയിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരാഴ്ചത്തെ ഹാജര് കുറഞ്ഞു എന്ന് വെച്ച് തോപ്പിക്കുമോ? ഇല്ല. എന്ന് പറയുന്ന പോലെ ചില പാസ് മാർക്ക് 7 പൊരുത്തമാണേലും മതി, കടന്നുകൂടാമല്ലോ. ഒരു 10-20 കൊല്ലെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള ശാലാഭിപ്രായ വ്യത്യാസമൊക്കെ വന്നില്ല പിന്നെ എന്തോന്ന് ജീവിതം, മനുഷ്യന്മാരല്ലേ. അങ്ങനെ
ഇതും ഇനി കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിയായ പൊരുത്തം ഇപ്പം നോക്കുന്നില്ല, അതാണ് സത്യം. പിന്നെ പോയിട്ട് പിന്നെ പെൺകുട്ടിയുടെയോ അല്ലെ പയ്യൻ്റെയോ രക്ഷകർത്താക്കളോ ആരെങ്കിലും ആയിരിക്കുമല്ലോ ജ്യോതിഷനെ സമീപിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ഫോൺ ചെയ്ത് പറയും അത് രണ്ടുപേരും അങ്ങ് UK അവർ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ശമ്പളവും തെറ്റൊന്നുമില്ല, അവർ പരസ്പരം കണ്ടറിഞ്ഞ് അവർക്ക് അറിയുകയും ചെയ്യാം. ഞങ്ങൾ ഒരേ ഡിസ്ട്രിക്റ്റിലുമാണ്. തന്നെയല്ല ആ പെങ്കച്ചാണെങ്കിലും ആ പയ്യനാണെങ്കിലും അമ്മയെന്ന് മുഴുവൻ അല്ലെ അച്ഛാന്ന് മുഴുവൻ വിളിക്കുകയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നാടോടുമ്പോൾ ഒന്ന് നോക്കണ്ടേ ജ്യോത്സ്യരെ, ഒന്ന് നോക്കിയരെ. പിന്നെ അവരെ വിഷമിപ്പിക്കരുത് കേട്ടോ, അതിനെ വെച്ച ചേരുകയെന്ന് പറയരുത്. എന്നാൽ മുന്നോടിയായിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവസാനം നോക്കിക്കഴിയുമ്പം ഒട്ടും ചേർച്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് വേറൊരു ജ്യോതിഷൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും തമ്മിൽ കണ്ടുകൂടല്ലോ മനുഷ്യന്മാർക്ക്. എന്തെങ്കിലും ഒരു മറ്റേ ആൾ പറയാത്തതിന് പകരം ഈ ഡോക്ടർമാരെ ചെന്ന് കാണുന്ന പോലെ ഒരേ രോഗത്തിന് അതിപ്പോൾ ഗുളിക കൂടുതലായിപ്പോയി, ഡോസ് കൂടുതലായിപ്പോയി, അല്ലെ ഇത്രയും വേണ്ടായിരുന്നു, അല്ലെ സർജറിയുടെ ആവശ്യമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടായ്പ പറഞ്ഞ് അങ്ങ് വിടും. കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം ഏതെങ്കിലും തരത്തിൽ മധ്യമ പൊരുത്തം, ഉത്തമം മധ്യമം അധമം, അധമമാണേലും അത് മധ്യമത്തിലേക്ക് കയറ്റി ഇതുണ്ട് എന്നുള്ളാക്കി ഒരു ചാർട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടാൻ കൊടുക്കും, പാസ്സാക്കും, നടക്കും. ഒരു കൊല്ലത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി എന്ന് ഈ ജ്യോതിഷൻ്റെ നിലയിലായിരിക്കും ഈ പഴി. അത് ഇംഗ്ലീഷിൽ പഴി പറയും, ഹിന്ദി പറയും, മലയാളത്തിൽ പറയും, ഏത് ഭാഷയാണോ. പക്ഷെ എന്തായിരുന്നാലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കട്ടാൻ ഡ്രൈ ആയിട്ട് ജ്യോതിഷന്മാർ പറയുമോ ഇത് ചേർച്ചയില്ലെങ്കിൽ ഇല്ല എന്നേ ഞാൻ എഴുതി തരൂ എന്ന് പറയുന്ന ഒരു കുറവ്, അവൻ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ. അയാളുടെ അടുത്ത് പോയാൽ നടക്കില്ല എന്നുള്ളതാണ് വൈറലായിട്ട് അങ്ങനെ മൊബൈലിൽ കുറെ ആക്ഷേപങ്ങൾ വരും. താങ്കൾ ഈ 10 നോക്കിയിട്ട് ഇന്ന ആളുകളുടെ അല്ലെ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ എന്താണ് ഇങ്ങനെ ആയത്, താനല്ലേ നോക്കിയത്, അല്ലെ താങ്കളല്ലേ നോക്കിയത് എന്നൊക്കെ പറയും. ഇതുപോലെയൊക്കെ തന്നെ അതും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക കാര്യങ്ങൾ. അപ്പൊ ഇതാണ് 10ൽ 10 പൊരുത്തം. അതില് ഈ കീരിയും പാമ്പും പോലെ വരുന്നതെന്ന് പറഞ്ഞാൽ ദേവഗണം അസുരഗണമായിട്ടാണ്. പുരാതനമായിട്ട് തന്നെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദേവനും അസുരനും എന്ന് പറയുന്ന 2 ഗണമുണ്ട്. ഇത് ഈ ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരും അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരും തങ്ങളിൽ വിവാഹം കഴിച്ചാൽ, പ്രേമം നടത്തിയാൽ, ടുഗദർ ലീവിങ്, സംബന്ധം, ഗാന്ധർവം, സ്വയംവരം എന്നൊക്കെ പറയുന്ന ഇണജീവിതം. ഇനി അത് പോട്ടെ, കൂട്ടു ബിസിനസ് ആയിരുന്നാലും ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരാ, സാറ് ദേവഗണമാണോ അസുരഗണമാണോ ഇത് ചോദിച്ചിട്ട് അവിടെ ജോലിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി ആണെങ്കിൽ പോലും ഇവർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരേ തസ്തികയാണെങ്കിൽ പോലും എപ്പോഴും ദേവന് ഞാനാണ് വലിയവൻ എന്നൊരു തോന്നലുണ്ടാവും. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ പറയുന്നത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. ഞാൻ പറയുന്നത് സത്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം, താൻ ഉൾപ്പെടെ അംഗീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കണം എന്നാവും. അസുരം വിട്ടുകൊടുക്കും. ജീവിതകാലത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവും, നേരെ കാണുമ്പോൾ ഉണ്ടാവും. ഇനി അതിനകത്ത് ശാരീരിക യോഗ്യത, സാമ്പത്തിക യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത, മേലാള് കീഴാള്, മേലധികാരി കീഴ് ജീവനക്കാരൻ, ഇതൊന്നും പ്രശ്നമല്ല. രണ്ടുപേരും വിട്ടുകൊടുക്കുക. എന്നാ ഇങ്ങനെയുള്ള യോജിപ്പിക്കാതിരിക്കാനും പറ്റില്ല. കാരണം അത് മുമ്പേ പറഞ്ഞ പോലെ അതെ അവര് UK അല്ല, ഒരുമിച്ച് ഒരേ ഇതിലാ, അവിടെ ബാങ്കിൽ 2 ഗണമാണ്. അല്ല അതൊന്നും പറ്റിയല്ല. അത് വർഷങ്ങളായിട്ട് കണ്ടു പരിചയമുള്ളതാ. അച്ഛന്നോ അമ്മയെന്നോ മുഴുവൻ പോലും ഞങ്ങളെ വിളിക്കുന്നില്ല. ശരിയാ, കല്യാണം തന്നെയല്ല വേറൊരു വിവാഹത്തിന് മോളോട്ട് സമ്മതിക്കത്തുമില്ല. അവർ ഒരു ലൈഫൊക്കെ പങ്കിട്ട് കഴിഞ്ഞു. പിന്നെ ഇത് ബാക്കി ഒന്ന് എഴുതി പിടിപ്പിച്ച് കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അത് അക്കൗണ്ട് വഴി ദക്ഷിണയും കിട്ടും. ഇങ്ങനത്തെ ഒരു യുഗമായി. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും അല്ല ശരിയായ പൊരുത്തം. ഒത്തിരി കാര്യങ്ങളുണ്ട്. 20 പൊരുത്തമുണ്ട്. അത് ലോപിച്ച് 10ആയി, 10 ലോപിച്ച് 9ആയി, 8ആയി, 7ആയി, അവിടം വരെ നിൽക്കും. എന്തിന് എന്നുള്ള ഒരു ചോദ്യവും കൂടി ആയി. വിവാഹമേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിള്ളേര് വേണ്ട എന്നൊരു ലോകത്തിലേക്കായി. ചുമ്മാ അങ്ങനെ ജീവിച്ചു പോകും. പക്ഷെ അതിന് പലരും തയ്യാറല്ല. അത് കാരണം കുറച്ച് പേര് കുറച്ചു കാലം ആ ഒരു മാർഗത്തിലേക്ക് പോയിട്ട് പിന്നീട് വിവാഹം കഴിച്ചു പോകുന്നവരുണ്ട്.
ഇങ്ങനെ പല രീതികളിലാണ്. ഇതാണ് ഈ പൊരുത്തത്തിൽ വന്നിരിക്കുന്ന അതുപോലെ ഈ തന്നെ നമ്മള് നോക്കുന്ന ആളുടെ തല തന്നെ ഇത് വരും. അത് തന്നെ ഇത് അവതരിപ്പിക്കുന്ന ആളുടെ തലയിലും കുറച്ചുണ്ട്, ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒത്തക്ക് തന്നെ ഈ കാര്യം പൂർണ്ണമാവുള്ളൂ. പൂർണ്ണമാവും. അതെ.